ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് പഠനം അല്ല, നമ്മൾ കർണാടകയിൽ മെയിൻലി ബാംഗ്ലൂരൊക്കെ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ +2 എക്സാം അവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന 10-ാം തീയതി വരെ അതെ, കർണാടക ഗവൺമെന്റ് ഒരു പുതിയ റൂള് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം വേണം, എൻട്രൻസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ കൊല്ലം ഒരുപാട് ലേറ്റ് ഒക്കെ ആയ കാരണം കൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കോളേജിലേക്കൊന്നും അഡ്മിഷൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് പറയേണ്ടവർ എന്തായാലും എൻട്രൻസ് എഴുതിയ കുട്ടികൾക്ക് മാത്രമാണ് അടുത്ത വർഷം BSc നഴ്സിംഗിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അതൊരു മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. KEA, അതായത് കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലരും ഇപ്പോൾ എക്സാംസ് എഴുതുന്നുള്ളൂ അല്ലേ, നമ്മുടെ ബോർഡ് എക്സാംസ് +2ൻ്റെ. അപ്പം എല്ലാവരും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്താ ഇത്. പക്ഷേ ഒരുവിധം പേരും പറയാ മറ്റേ ബാംഗ്ലൂർക്ക് ഞാൻ നഴ്സിങ്ങിന് പോവാണ് അങ്ങനത്തെ ഇതായിരിക്കും. പക്ഷെ അവരൊന്നും ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിട്ടുണ്ടാവില്ലേ എക്സാംസ് വന്ന എൻട്രൻസ്. കുറെ പേരൊക്കെ ഇപ്പോഴും അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഇടയിൽ സൈറ്റ് കുറച്ച് ഇഷ്യൂ ആയിട്ട് 17-ാം തീയതി വരെ, അതായത് നമുക്ക് കഴിഞ്ഞ 10-ാം തീയതി തൊട്ടിട്ടാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് സ്വീകരിച്ചു തുടങ്ങിയത്. 17-ാം തീയതി വരെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്നിപ്പോ 2-ാം തീയതിയാണ് ഡേറ്റ്. 10-ാം തീയതി വരെ നമുക്ക് ഇത് ചെയ്യാനുള്ള ഡേറ്റ് നിലവിലുള്ള. 10-ാം തീയതി വരെ നമുക്ക് അപ്ലിക്കേഷൻ ഇടാം. 14-ാം തീയതി വരെ ഫീസ് അടയ്ക്കാം. അപ്പോൾ ഇതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 18-19 ആ ഒരു റേഞ്ചിനാണ്. 7-ാം തീയതി എന്തോ ഹോൾ ടിക്കറ്റ് കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്. 7-ാം തീയതിയാണ് ഹോൾ ടിക്കറ്റ്. കറക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് 10th February 2024. ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെന്റിന്റെ 14th February 2024. അതുപോലെ തന്നെ ഇപ്പോൾ ഹോൾ ടിക്കറ്റ് അതിന്റെ രജിസ്റ്റർ ചെയ്തവർക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 7th April 2024. ഇതാണ് ലാസ്റ്റ്. ഇപ്പൊ നിലവിൽ ഇന്നലത്തോടുകൂടി ഒരു അപ്ഡേറ്റ് കിട്ടിയ ഡേറ്റുകളാണ് ഇതൊക്കെ. അതെ, അപ്പോൾ ഇനിയിപ്പോ മേ ബി ഇതിൽ എക്സ്റ്റൻഷൻ ഉണ്ടായേക്കാം. കാരണം കുറച്ച് സൈറ്റ് ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മേ ബി എക്സ്റ്റൻഷൻ ഉണ്ടായേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു നഴ്സിങ്ങിനോട് ഒരു താല്പര്യം ഉള്ള കുട്ടികളാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ചെയ്തിടണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് നഷ്ടമൊന്നുമില്ല. അതായത് നിങ്ങളിപ്പോ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ്, അതായത് നഴ്സിങ്ങിനാണ് പോണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉള്ള ആളാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയ്ക്ക് എൻട്രൻസിന് രജിസ്റ്റർ ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലിക്കേഷനിലും ഫോർവേഡ് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ എപ്പോഴായാലും നിങ്ങളുടെ എക്സാംസ് കഴിഞ്ഞിട്ടോ കാര്യങ്ങൾ എങ്ങനെയാലും നോക്കിയാലും. പിന്നെ അഡ്മിഷന്റെ കാര്യമൊക്കെ ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ് എല്ലാവരും അലോട്ട്മെന്റ്സ് വരുന്ന ഒരു ടൈം. അപ്പം മാത്രമാണ്, അപ്പോഴാണ് സീരിയസ് ആയിട്ട് ചിന്തിക്കുള്ളൂ. പക്ഷെ ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു ഘടന സംബന്ധിച്ച് നമുക്കൊരു 70,000-ഓളം, കഴിഞ്ഞ വർഷം 70,000 ആ ഒരു റേഞ്ചൊക്കെയാണ് ഈ നഴ്സിംഗിലേക്ക് പിള്ളേരുടെ അത്രയ്ക്ക് അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു മെറിറ്റ് സീറ്റ് നമ്മളെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം 50-50 ആണ്. മെറിറ്റ് സീറ്റ് 50%, മാനേജ്മെന്റ് സീറ്റ് 50% വരുന്നുള്ള. അപ്പൊ മെറിറ്റിൽ ടോപ്പ് മാർക്കിൽ നിൽക്കുന്ന കുട്ടികൾക്കാണ് കൂടുതൽ ചാൻസ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ കർണാടകയിലെ അനുസരിച്ച് ഒരു 20% മാത്രമാണ് അവർക്ക് മെറിറ്റ് സീറ്റ് ഉള്ളൂ. ബാക്കി 80% മാനേജ്മെന്റ് സീറ്റ് ആണ്. പക്ഷെ അപ്പോൾ നമുക്ക് അപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നല്ല ഒരാൾ സ്കോർ ചെയ്ത് നമ്മൾ ഈ എൻട്രൻസിന് നല്ല തരക്കേടില്ലാത്ത സ്കോർ ഉള്ളവർക്കാണ് നല്ല ടോപ്പ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ചിലർ നമ്മളെ വിളിക്കുമ്പോൾ പറയും, അതായത് ഇങ്ങനെ അവർക്ക് ഹോസ്പിറ്റലിലുള്ള കോളേജുകൾ വേണം, അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അപ്പോൾ അവർ പറയണ പോലെ ഒരു ഇത് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എൻട്രൻസും അതുപോലെ തന്നെ അവർക്ക് അതിനനുസരിച്ച് സ്കോർ നോക്കിയിട്ട് അവർ പറയണ കോളേജുകൾ അവരുടെ ഫെസിലിറ്റീസ് അനുസരിച്ച്, അപ്പോൾ സ്കോർ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് കൂടുതൽ നല്ല കോളേജുകൾ, നല്ല അക്രഡിഷൻസ് ഉള്ള എല്ലാ അപ്രൂവൽസ് ഉള്ള കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. കാരണം നമുക്കറിയാം നോൺ കർണാടകൈറ്റ്സിന് അവർ കുറച്ചും കൂടെ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു താരതമ്യേന കുറച്ച്.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലരിപ്പോൾ പലരും ചോദിക്കും നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുമോ സീറ്റുകളെന്ന്. നമുക്ക് കേരളത്തിലൊന്നും ആ പരിപാടി നടക്കില്ല, പക്ഷേ കർണാടകയിൽ ബാംഗ്ലൂരൊക്കെ നമുക്ക് സീറ്റുകൾ വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിടാം. അതൊരു നല്ല ഓപ്ഷനാണ് സീറ്റുകൾ പ്രീ ബുക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ കോളേജുകളെ പറ്റി, പക്ഷെ അതിനെല്ലാത്തിനും മുൻപ് നമ്മൾ കോളേജുകളെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കലാണ്. എല്ലാവരും നമ്മുടെ അടുത്ത് വിളിക്കുമ്പോൾ ചോദിക്കാന്ന് പറയുന്നത് കോളേജുകൾ, ഏതൊക്കെ കോളേജ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനേക്കാൾ ഉപരി ഇപ്പൊ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില പിള്ളേർക്ക് സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങൾ ആയിട്ട് താല്പര്യമുള്ള കുറെ പേരുണ്ടാവും, അല്ലെങ്കിൽ ഓരോ അപ്പൊ അതിനനുസരിച്ച് അവിടെ കോളേജുകൾ അവർ പറയണ കോളേജുകൾ നമുക്ക് സെലക്ട്, അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം ഇന്ന കോളേജുകൾ ഇന്ന സംഭവങ്ങൾ ഉണ്ട്, അങ്ങനത്തെ കുറെ പേര്. നമ്മൾ സ്റ്റുഡൻസ് അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പാരന്റ്സ് ആണെങ്കിൽ അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. അവർക്ക് പറ്റിയ കോളേജ് ഏതാന്ന് ചൂസ് ചെയ്യണം. പിന്നെ നമ്മുടെ കേരളത്തിലത്തെ കോളേജസിനെക്കാട്ടിലും നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരുപാട് കോളേജസ് ബാംഗ്ലൂർ പോലത്തെ പ്ലേസുകളിലുണ്ട്. അപ്പം അങ്ങനത്തെ കോളേജസ് നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നമ്മൾ റേറ്റ് കുറവുകളുണ്ട്, ഫീസിൽ ഭയങ്കര വ്യത്യാസങ്ങൾ, ടോപ്പ് ഫീസസ് ഉള്ള കോളേജസ് ഉണ്ട്, ഫീസ് കുറവുള്ള കോളേജസ് ഉണ്ട്. ഫീസ് കുറവുള്ള കോളേജസ് നോക്കുമ്പോൾ ആ കോളേജുകൾക്ക് എല്ലാ അംഗീകാരമുള്ള കോളേജുകളാണോ നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണം. അല്ലാതെ ഇപ്പം നമ്മൾ ഫീസ് കുറവാണെന്ന് വിചാരിച്ച് അവിടെ പോയി അഡ്മിഷൻ എടുത്തിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഇത്ര നാൾ പഠിച്ചു ഇത്ര പൈസ വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു അഫിലിയേഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കുറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ എൻ്റെ കസിൻ്റെ കൂടെ പഠിക്കുന്ന കുറച്ച് പിള്ളേർക്ക്, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ അവർക്ക് അവൻ ചെയ്യണ വരെ ബാച്ചിൽ കറക്റ്റ് എല്ലാ അഫിലിയേഷൻസും കാര്യങ്ങളും അത് ഉണ്ടായിരുന്നു അവർക്ക്. അത് കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴേക്കും അതായത് നെക്സ്റ്റ് ബാച്ച് ആയിപ്പോൾ അവർ അഡ്മിഷൻ എടുത്തപ്പോൾ ഏതൊരു അത് സ്പെഷ്യൽ എനിക്കറിയില്ല ഏത് അഫിലിയേഷൻ എന്നറിയില്ല, ഏതോ അഫിലിയേഷൻ പോയി. അതിൻ്റെ പേരിൽ അവന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും അവൻ്റെ കൂടെയുള്ള പഠിച്ചവരൊക്കെ വേറെ ബാച്ചിലും അവൻ നെക്സ്റ്റ് ബാച്ചിലായപ്പോഴും അവൻ്റെ എക്സാം എഴുതാൻ പറ്റുക എന്തോ ഇഷ്യൂസ്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് സംഭവം നമ്മളത് നോക്കണ സമയത്ത് അവർക്ക് എന്തൊക്കെ അഫിലിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ അതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. ചില പാരാമെഡിക്കൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരാമെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കൗൺസിലുകളുടെ അഫിലിയേഷൻ കിട്ടാത്ത കുറേ യൂണിവേഴ്സിറ്റി ബോർഡുകളുണ്ട്. അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല കോളേജുകൾ നോക്കി നമുക്ക് കിട്ടിയില്ല നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ഫർദർ പിന്നെ ഇഷ്യൂസ് കുറെ വരും അതിന്. അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസിന്റെ ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പൊ ഈ ഒരു അഭിരുചിയുള്ള, അതായത് ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് പോകണം അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉള്ള കുട്ടികളാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻട്രൻസിന് 10-ാം തീയതി വരെ നമുക്ക് അപ്ലിക്കേഷൻ ഇടാൻ പറ്റുള്ളൂ. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് പ്രിപ്പറേഷൻ വേണോ, നിങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അങ്ങനെയല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് നമ്മൾ പാസ്സാവാനുള്ള ഒരു പ്രിപ്പറേഷൻസ് എങ്കിലും നമ്മൾ നടത്തണം. നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന കോളേജസ് ഉണ്ട്. ബട്ട് അതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ആ പാസ് മാർക്ക് വെച്ച് കിട്ടുന്ന കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ അതിന് വേറൊരു എന്താണ് ഒതന്റിസിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇനി തൊട്ടിട്ട് നമ്മൾ കുറച്ച് കോളേജസിന്റെ നമ്മൾ ചെയ്യുന്ന കോളേജസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു എൻട്രൻസിന് അപ്ലിക്കേഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്ത് തരാൻ പറ്റും. അതിൽ നമുക്ക് പ്രത്യേകിച്ച് സർവീസ് ചാർജ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. സർവീസ് ചാർജ് ആണ്. അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാന്ന് കേസുകളോ, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചെയ്തു കൊടുക്കും. 2500 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ആപ്ലിക്കേഷന്. അതായത് അവിടുത്തെ നേറ്റീവ്സ് അല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ പറയണം. അവർക്ക് ഫീസ് കുറവ് ഉള്ളു, കർണാടകീസിന് ഫീസ് കുറവാണ്. മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു കാരണത്തോണ്ട് നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റാണ്ടിരിക്കരുത്. കാരണം ഇങ്ങനെ ഒരു ഇതിപ്പോ ഇത് ചെയ്യാണ്ട് പിന്നെ അത് സീറ്റ് കിട്ടിയില്ല എന്ന പ്രശ്നം വരരുത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡൗട്ട്സ് ഉള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലൊക്കെ ഇടുന്നതായിരിക്കും. താങ്ക് യു.